നമ്മളെന്ത് പറയും? ഡ്രസ്സോ ഷർട്ടോ എന്ത് പറയും? നമ്മളാരും വണ്ണം വെച്ചു എന്ന് പറയാറില്ല, ഡ്രസ്സ് ചെറുതായിപ്പോയി എന്ന് പറയും. നേരെ തിരിച്ചാണ് നമ്മളെല്ലാം പറയുന്നത്, ഡ്രസ്സ് ചെറുതായിപ്പോയി. നമ്മൾ പ്രശ്നത്തിലോട്ട് പോയതിന് നമ്മൾ നോക്കാറില്ല, ഡ്രസ്സ് ചെറുതായിപ്പോയി. ഇങ്ങനെയാണ് നമ്മൾ പോയി ശ്രദ്ധിക്കാതെ പിടിച്ചിട്ട് പറയും, കഥ പിടിച്ചെന്ന് പറയും. ഇല്ലേ? നമുക്ക് ഒരു പനി വന്നപ്പോൾ ആൾറെഡി നമ്മൾ ഡയബറ്റിക്കിൽ മുട്ടി നിന്ന് പനി വന്നപ്പോഴാണ് പോയി ചെക്ക് ചെയ്തത്, ഡയബറ്റിക് ഉണ്ട്. ഉടനെ പറയും ആ പനി ഒന്ന് ഗുളിക കഴിച്ചതാണ് എനിക്ക് ഡയബറ്റിക് വന്നത്. നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? പഞ്ചസാര ഒഴിവാക്കുന്നു, അത് ഒഴിവാക്കുന്നു, ഇത് ഒഴിവാക്കുന്നു. പക്ഷെ നമുക്ക് പ്രശ്നം മാറുന്നുമില്ല. അതിൻ്റെ കൂടെ നമ്മൾ നടക്കാൻ പോകും, അത് ചെയ്യും എല്ലാം ചെയ്യും. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഡയബറ്റിക് വന്നതിന് ശേഷം നടക്കാൻ പോയി ആൾക്കാർ അവർ നേരത്തെ ഇരുന്നതിനേക്കാളും അവർ ജോയിൻറ്റ് ഹെൽത്തി ആയിരിക്കണം, വീക്കായിരിക്കണം എന്ന് നോക്കിയാൽ മതി. നടന്ന് ഒന്നാമത് ഡയബറ്റിക്കാർക്ക് ഇരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? ഡയബറ്റിക് അല്ല അവരെ വില്ലനാവുന്നത്. നോർമലായിട്ടിരിക്കുന്ന ഒരാളിന് 40-50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന മസിൽ ലോസിനേക്കാളും ഡയബറ്റിക് ഇരിക്കുന്ന ആളിന് 5-10% അല്ലെങ്കിൽ അവരുടെ ഡയബറ്റിക്കിൻ്റെ ജീവിതശൈലിയുടെ ഇതനുസരിച്ച് കൂടുതലായിരിക്കും. അപ്പം മസിൽ ലോസാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഇവരിതും വെച്ചിട്ട് ഒരേ നടക്കും, ബട്ടക്സും ടൈസും എല്ലാം കൂടെ തേഞ്ഞ് അവസാനം വളഞ്ഞു പോകും. നടക്കാൻ പറ്റില്ല. കയ്യിൽ ഷോൾഡറിലെല്ലാം ഇങ്ങനെ ആട്ടി നടക്കുക. എവിടെ നടക്കുന്നത്? നടക്കുമ്പോൾ ഒന്ന് നടന്ന് നോക്കിയാൽ ആണ്. നടന്ന് 1 മണിക്കൂർ നടന്ന് നമ്മളൊരു 150 കാലറി എങ്ങനെയെങ്കിലും ബാൺ ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് ജംഗ്ഷനിൽ പോയി ഒരു ചായ അടിച്ചിട്ട് വരും. 200 കാലറി. നടന്നതിന് വല്ല പ്രയോജനം ഉണ്ടാകും? നിങ്ങൾക്ക് എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതാണ് നിങ്ങളുടെ ചോറ്റ് പാത്രം. നിങ്ങൾ ആ മക്കൾക്ക് കൊടുക്കുന്ന ടിഫിൻ ബോക്സിനെ അത് കൊണ്ടുപോയിട്ട് കഴുകാതെ തന്നെ അടുത്ത ദിവസം അതിൽ ഫുഡ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഹെൽത്ത് നന്നായിരിക്കും? നന്നായിരിക്കും. അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഗ്യാസ്ട്രൈറ്റിസ്. നിങ്ങൾ കഴിവാതെ ആ ടിഫിൻ ബോക്സിന് വൈകുന്നേരം വന്ന് തുറക്കുമ്പോൾ ഒരു ഗ്യാസ് വരുന്നില്ലേ? അത് തന്നെ ഗ്യാസ്. നിങ്ങളിവിടെ പറയും സാമ്പാർ കഴിച്ചതാണ് ഗ്യാസ്, പരിപ്പ് കഴിച്ചതാണ് ഗ്യാസ്, പാരക്കയാണ് ഗ്യാസ്, ഇല്ലേ, ചീരയാണ് ഗ്യാസ്. ഇങ്ങനെ ഓരോന്നിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഗ്യാസ് എങ്കിൽ അത് കഴിച്ച എല്ലാവർക്കും ഗ്യാസ് വേണ്ടേ? അത് നമുക്കാണ് ഗ്യാസ് തരുന്നെങ്കിൽ നമുക്കാണ് പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ പ്രശ്നത്തിന് ആര് തീർക്കണം? നമ്മൾ തീർക്കണം. നമ്മളതിനെ ഒതുങ്ങിയ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നമ്മൾ അതിന് വിട്ട് ഒതുങ്ങിയാണ്ടാവും. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് 2-3 കഴിച്ചപ്പോൾ തന്നെ ഗ്യാസ് വരാൻ വന്നോളൂ. പിന്നെ അത് കൂടി ആ ഗ്യാസ് കൂടി വേറെ പലതും കഴിക്കാൻ പറ്റാതാവും. പിന്നെ ആ ഫുഡ് കഴിക്കുന്ന പല കണ്ടന്റ് നമ്മളെ പല മെഡിസിനും ഉണ്ട്. നമ്മളെ പല മെഡിസിനും കഴിക്കാൻ പറ്റാതാവും. ഫുഡ് അലർജി, മെഡിസിൻ അലർജി, ഇങ്ങനെയെല്ലാം വരും. എങ്ങനെ നമ്മൾ ജീവിക്കും? എല്ലാ പ്രശ്നവും സ്റ്റാർട്ട് ചെയ്യുന്നത് വയറിലാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ബ്ലഡായിട്ട് മാറുന്നത്. ഇതിന് വേറെ സയൻറ്റിഫിക് എന്തെങ്കിലും തെളിവല്ലോ കാണോ? സയൻറ്റിഫിക് ആയിട്ട് തെളിവല്ലോ കാണോ? പഠിക്കണോ? ഒരുപാട് പഠിക്കണോ? PhD വല്ലതും എടുക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ ബ്ലഡായിട്ട് മാറും. നമ്മളെ ശരീരത്തിലുള്ള ബ്ലഡ് നമ്മൾ കള്ളു കുടിച്ചിട്ട് നോക്കിയാൽ ബ്ലഡല്ലേ ചെക്ക് ചെയ്ത് നോക്കുന്നത്, അല്ലേ? നമ്മളെ ഡയബറ്റിക് നമ്മൾ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് നോക്കിയാൽ അത് നമ്മുടെ ബ്ലഡിൽ നോക്കിയാൽ ഷുഗർ
കൂടി കാണില്ലേ, ഷുഗർ നോർമൽ ആയിരിക്കുന്നതാണ് ഇല്ലേ? അപ്പോ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ബ്ലഡായിട്ട് മാറുന്നത്. അപ്പോ ബ്ലഡ് ചീത്തയായ ബ്ലഡ് എവിടെയൊക്കെ ഒഴുകുന്നോ എവിടെയൊക്കെ നിൽക്കുന്നോ അവിടെയുള്ള എല്ലാത്തിനെയും ചീത്തയാക്കും. നമ്മളെ അരിപ്പ ചീത്തയായ നമ്മളെ ബ്ലഡിനെ ഒഴുകുന്ന വെള്ളം കൂടെ കയറി നമ്മളെ ലിവർ ചീത്തയായ നമ്മളെ സ്കിന്നിൽ അത് കാണിച്ചു തരും, നമ്മളെ മുഖത്ത് കാണിച്ചു തരും. അവിടെ അവിടെ കറുത്തപ്പാട്, വെളുത്തിരുന്നാലും കറുത്തപ്പാട്, കറുത്തിരുന്നാലും വെളുത്തപ്പാട് കാണി. ആക്ച്വലി എൻ്റെ മോള് ചെറുപ്പത്തിൽ മെനിഞ്ചൈറ്റിസ് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഏജ് ആകുമ്പോൾ നല്ല വെയിറ്റ് തുടങ്ങി. അപ്പം നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നമ്മുടെ ഒരു സുഹൃത്ത് സാറിൻ്റെ കാര്യം നമ്മളെ അറിയിക്കുകയും നമ്മൾ സാറിനെ കൺസൾട്ട് ചെയ്യുകയും സാർ അവരുടെ ഡയറ്റ് ഒന്ന് സെറ്റ് ചെയ്യുകയും ചെയ്തു. അതും പ്രകാരം മോൾക്ക് നല്ല വ്യത്യാസം, കാരണം അവരുടെ ആക്ടിവിറ്റിയിലും ഉണ്ടായ വ്യത്യാസം, വെയിറ്റിലുണ്ടായ വ്യത്യാസം, അവരുടെ കണ്ണുകളിലുണ്ടായ വ്യത്യാസം, ചെവിയിലുണ്ടായ വ്യത്യാസം, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് കൂടെ സാറിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്ഥിരമായിട്ട് പോയി തുടങ്ങി. അവരുടെ ഹാപ്പിനെസ്, ആ സെൻറ്ററിൽ നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് എല്ലാം അവരുടെ സ്വഭാവ സ്വരൂപീകരണത്തിനും അവരുടെ ശരീരത്തിനും ഭയങ്കരമായ മാറ്റം ഉണ്ടായി. അങ്ങനെ ഞങ്ങളെ ഫാമിലിയായിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു. എനിക്കൊരു ദിവസം BP-യുടെ പ്രശ്നം കാണിച്ചു തുടങ്ങി. അപ്പോൾ ഞാനത് സാറുമായിട്ട് കൺസൾട്ട് ചെയ്തു. സാർ എൻ്റെ ഡയറ്റ് സെറ്റ് ചെയ്തു. ഇപ്പോൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫാമിലിയായിട്ട് സാറിൻ്റെ ഗൈഡൻസിൽ ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, മോളും ഹാപ്പിയാണ്. മോൾക്ക് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതുകൊണ്ട് ചെവിയിലെ കേൾവിയിലെ പ്രശ്നമുണ്ടായിരുന്നത് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം കേട്ട് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ സാർ പറയുന്നതിനെ ഫോളോ ചെയ്ത് വരും. താങ്ക് യു. ഞാൻ 12 വർഷമായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂവിൽ ഇരുന്ന ആളാണ്. അങ്ങനെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ടാബ്ലറ്റ്, സാർ പറഞ്ഞ ടാബ്ലറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു. ഉറക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഇരുന്ന് ഒരു ചോരിൽ ചാരി ഇരുന്നാണ് ഉറങ്ങുന്നത്. ബെഡിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. 12 years അത് മെഡിസിൻ എടുത്തിട്ടാണ് അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് സാറിനെ പരിചയപ്പെടുത്തുന്നതും സാറിനെ ഞാൻ പോയി മീറ്റ് ചെയ്യുന്നതും. അങ്ങനെ സാറിൻ്റെ ഡയറ്റ് എനിക്ക് സെറ്റ് ചെയ്തതിൽ കൂടെ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ഉറക്കത്തിൻ്റെ ഒരു ലാൻസിനെയും സെക്കൻഡ് ഡേ തന്നെ ഞാൻ സുഖമായിട്ട് ബെഡിൽ കിടന്നുറങ്ങി. ആ ഉറക്കം എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ആ ദിവസം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ ഇന്ന് ഇപ്പോൾ എനിക്ക് 5 വർഷമായി എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഉറക്കം കൂടുതലാണെങ്കിലേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ കണ്ണിനൊരു ഇഷ്യൂ വന്നിട്ട് ഇടത്തെ കണ്ണിനൊരു പാടം മാറിയിട്ട് ഒരു ഇഷ്യൂ വന്ന് എനിക്ക് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. അതും ഞാൻ സാറുമായിട്ട് കൺസൾട്ട് ചെയ്തു. അതിനും എനിക്ക് കണ്ണിലുള്ള എക്സസൈസും ഡയറ്റും സെറ്റ് ചെയ്ത് തന്നിട്ട് ഇപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ ഡയറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും സാർ പറയുന്ന എല്ലാം ഫോളോ ചെയ്തിട്ട് അതേ ഡയറ്റിലാണ് പോകുന്നത്. ഞാനൊരു വെജിറ്റേറിയനാണ് എന്ന് പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ വെജിറ്റേറിയൻ്റെ സെറ്റാണ് സാർ എനിക്ക് തന്നിരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്ത് ഞാനിപ്പോൾ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ ഫാമിലിയിലും BP-യും ഷുഗറും കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്. അതും ഇപ്പോൾ എന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ ചേട്ടന് വന്ന് സാറിനെ കൺസൾട്ട് ചെയ്ത് ചേട്ടൻ ഇപ്പോൾ ഒരു മെഡിസിനും എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ഫാമിലി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അജിത മാഡത്തിനെ കാണുന്നതും അജിത മാഡത്തിനോട് ഇങ്ങനെ ഒരു അവയർനെസ് ഇവിടെ തരാൻ പറഞ്ഞതും. കാര്യം പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരാൾക്ക് എന്ത് കൊടുത്താലും സാറ്റിസ്ഫൈഡ് ആവില്ല. പക്ഷെ ഒരു മരുന്നിൽ നിന്ന്, ഒരു ഗുളികയിൽ നിന്ന് നമ്മൾ മോചനം കിട്ടുമ്പോൾ ഉള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. കാര്യം ഞാൻ ആ ഒരു ഗുളിക മാറ്റി വെച്ച് എൻ്റെ ജീവിതം ഇപ്പോൾ 5 years ആയി നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 12 years ഞാനിങ്ങനെ രാത്രി ഗുളിക എടുത്ത് വെച്ചിട്ട് കരയും. ഇത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ലോങ് കഴിക്കുന്ന ഇതിനൊരു മാറ്റമില്ല.
പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു മാറ്റം ഈ 5 വർഷമായിട്ട് എനിക്ക് കിട്ടി. സാറിന് എൻ്റെ എല്ലാവിധ നന്ദി പ്രകാശിപ്പിക്കുന്നു.